ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽ വാങ്ങിയിരിക്കുന്ന ആള് മൈക്കൽ ഫെൽപ്സ് എന്ന് പറയുന്ന ആളാണ്. മൈക്കൽ ഫെൽപ്സ് അമേരിക്കക്കാരനാണെന്ന് എനിക്ക് തോന്നണേ. ഏതാണ്ട് 35 മുകളിൽ അത്രയും ഗോൾഡ് മെഡൽ. ഒരു കാലത്ത് ഇന്ത്യക്ക് വലിയൊരു ദാരിദ്ര്യമായിരുന്നു, ഒരു ഗോൾഡ് ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരുന്ന കാലങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഒരു മനുഷ്യൻ തന്നെ 35 മുകളിൽ ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ഓരോ ഒളിമ്പിക്സിൽ തന്നെ അദ്ദേഹത്തിന് ഏതാണ്ട് 7 മെഡൽ ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. 7 മെഡൽ ഒറ്റ ഒളിമ്പിക്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നീന്തൽ താരമാണ് മൈക്കൽ ഫെൽപ്സ്. ഈ ഒരിക്കൽ ഏതോ ഒരു ഒളിമ്പിക്സിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വായിച്ചിട്ട ഒരു കാര്യം ഓർമ്മയിൽ കിടക്കുന്നതാണ്. ഈ പത്രത്തിൽ സൺഡേ പത്രത്തോടൊപ്പം ഒരു സപ്ലിമെൻ്റ് വരുമല്ലോ, എല്ലാ പത്രത്തിനും ഒരു സപ്ലിമെൻ്റ് പത്രം ഉണ്ടല്ലോ. അതിൻ്റെ അകത്ത് ഈ മൈക്കൽ ഫെൽപ്സിനെ കുറിച്ചുള്ള ഒരു ലേഖനം വായിച്ചതാണ് ഓർക്കുന്നുണ്ട്. അവൻ ആദ്യമൊക്കെ ആഴ്ചയിൽ ദിവസത്തിൽ 2 മണിക്കൂർ നേരം നീന്തൽക്കുളത്തിലായിരുന്നു. എക്സസൈസാണ് നീന്തൽക്കുളത്തിൽ 2 മണിക്കൂർ നേരം. പതുക്കെ അവൻ 2 മണിക്കൂർ എന്നുള്ള മാറ്റി പിന്നെ 4 മണിക്കൂറായി, 6 മണിക്കൂറായി, പിന്നെ 12 മണിക്കൂറായി. 12 മണിക്കൂറൊക്കെ വെള്ളത്തിൽ കിടക്കാമെന്ന് വിചാരിച്ചാലേ ഒളിമ്പിക്സ് അടുക്കാറായപ്പോൾ അദ്ദേഹത്തിന് 4-5 മണിക്കൂറൊക്കെയാണ് വിശ്രമത്തിന് ഉറക്കത്തിന് മാറ്റി വെച്ചിട്ടുള്ളൂ. ബാക്കി ഭൂരിഭാഗവും സമയവും പ്രാക്ടീസും കാര്യങ്ങളുമായിരുന്നു. എന്തോരം വില കൊടുത്തു എന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തോരം വില കൊടുത്തു. ഞാൻ കായിക താരങ്ങളുടെ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ്. നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഷട്ടിൽ ബാഡ്മിൻ്റൺ പ്ലെയർ ആണല്ലോ PV സിന്ധു. കേട്ടിട്ടുണ്ടോ? ഹൈദരാബാദുകാരി. ഈ സിന്ധു ഒളിമ്പിക്സിൽ മെഡൽ മേടിച്ചത് നമുക്കറിയാം, നമ്മുടെ അഭിമാനമാണ് നാടിൻ്റെ. അങ്ങനെ അത് മെഡൽ മേടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവളോട് ചോദിച്ചു, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ആഗ്രഹം? എനിക്കൊരു ഐസ്ക്രീം കഴിക്കണം. ഇത് ഇത്ര വലിയ കൗതുകമുള്ള കാര്യമാണോ? അതെ, ഇവള് ഈ എക്സസൈസിന് ഈ ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് ശരീരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മധുര കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ശരീരത്തെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്, പ്രിയമുള്ളവരെ, മധുരങ്ങൾ കഴിക്കുന്നില്ല. അപ്പോൾ വളരെ കൊതിയുള്ള ഭക്ഷണമാണ് ഐസ്ക്രീം കഴിക്കുക. പക്ഷേ ഈ ഒരു മെഡലിന് വേണ്ടിയിട്ടത് മാറ്റി വെച്ചേക്കുക. അപ്പം നമ്മൾ കാണുന്നത് കഴുത്തിൽ മാലയൊക്കെ ഇട്ട് മെഡലിട്ട് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയും പുതച്ചു നിൽക്കുന്ന അഭിമാനമായ താരത്തിയ. ആ അഭിമാനം വരുന്നതിന് പിറകിൽ അവർക്കുണ്ടായ ഒരു കഷ്ടതകൾ, അവരേറ്റെടുത്ത ത്യാഗങ്ങൾ, ഇത് നമ്മളാരും അധികം കാണാറില്ല. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. നമ്മുടെ ഈ പോട്ട ആശ്രമത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള പ്രേക്ഷിതനാണ് ഒരു മത്തായി എന്ന് പറഞ്ഞ സാറ്. ഒരു പക്ഷേ മത്തായി സാറിൻ്റെ ഒരു വീഡിയോ റീൽസൊക്കെ നിങ്ങൾ ഈ ഇടയ്ക്ക് കണ്ടു കാണും. അവിടുത്തെ അച്ഛൻ ക്ലാസ്സിനിടയിൽ കയറ്റിവിട്ട് അദ്ദേഹം എയർഫോഴ്സിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനാണ്. വിങ് കമാൻഡറായിട്ട് റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹത്തിൻ്റെ മേജറുടെ മകൻ തലക്കടിച്ചോ മറ്റും കൊന്നു. അങ്ങനെ ഭാര്യ കൊല്ലപ്പെട്ടു. അങ്ങനെ ആ വിഷമത്തിൽ നടക്കുക, ആ കൊന്നയാളോടുള്ള ദേഷ്യമൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ധ്യാനമന്ദിരത്തിൽ വന്ന് ധ്യാനം കൂടി ആ കൊന്നവനോട് ക്ഷമിക്കാനുള്ള കൃപയൊക്കെ കിട്ടി. പിന്നീട് ശേഷിക്കുന്ന നാൾ മുഴുവൻ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിലച്ഛൻ്റെ കൂടെ പലയിടങ്ങളിൽ ദൈവവചനമായിട്ട് ശുശ്രൂഷയൊക്കെ ആയിട്ട് പോയി. നമ്മുടെ ലൂയിസ് ബ്രദറൊക്കെ പോട്ടാശ്രമത്തിലെ സ്ഥിരം ശുശ്രൂഷകൻ. ഇവരൊക്കെ ഒരുമിച്ച് മത്തായി സാറിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരിക്കും ഇഷ്ടം പോലെ. ഈ മത്തായി സാറ് എയർഫോഴ്സിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, 6 പ്രാവശ്യം മിസ്റ്റർ ഇന്ത്യ ആയ ആളാണ് ഈ മത്തായി സാർ എന്ന് പറഞ്ഞത്. അന്ന് മിസ്റ്റർ ഇന്ത്യ എന്നല്ല അറിയപ്പെടുന്നത്, അന്ന് ഭാരത് ശ്രീ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് പേര് മാറിയത് മിസ്റ്റർ ഇന്ത്യ ആയത് മാത്രം. അങ്ങനെ 6 പ്രാവശ്യം ചാമ്പ്യനായ ആളാണ് ഈ മത്തായി സാറ്. അപ്പോൾ അതുവരെ ഈ ബോഡി ബിൽഡിങ്ങിൽ അപ്പോൾ അതിൻ്റെ അകത്ത് അതുവരെ പഞ്ചാബികളായിരുന്നു അധികവും കപ്പടിച്ചുകൊണ്ടിരുന്നത്. നന്നായിട്ട് ശരീരം നോക്കി മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ മസിലൊക്കെ പെരുപ്പിച്ച് നിൽക്കണേ കണ്ടിട്ടില്ലേ നമ്മൾ ഫോട്ടോയിലൊക്കെ? അതുപോലെ അങ്ങനെ ബോഡി ബിൽഡിങ് നടത്തിക്കൊണ്ടിരുന്ന കപ്പടിച്ചുകൊണ്ടിരുന്നത് പഞ്ചാബികളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അതിൻ്റെ സെലക്ഷൻ ബോർഡിലൊക്കെ ഉണ്ടായിരുന്നവർ മുഴുവൻ പഞ്ചാബികളാണ്. അങ്ങനെ ഇരിക്കും ഒരു മലയാളി എയർഫോഴ്സിൽ നിന്ന് ചെന്നിട്ട് അതിൽ അദ്ദേഹം ചാമ്പ്യനായി. ആദ്യത്തെ തവണ ചാമ്പ്യനായി. അപ്പോൾ അവർ കരുതി ഒരു വർഷം അങ്ങനെ പോയി, അടുത്ത വർഷം തിരിച്ചു പിടിക്കാമെന്ന് കരുതി. പക്ഷേ 2ാം വർഷവും ഈ മത്തായി സാറ് തന്നെ ചാമ്പ്യനായി. അപ്പോൾ അത് പഞ്ചാബികൾക്ക് ഒട്ടും സഹിച്ചില്ല. കാരണം ഒരു മലയാളി വന്നിട്ട് 2 പ്രാവശ്യം അടുത്തടുത്ത് ഇതിൽ ചാമ്പ്യനാകുക എന്നുള്ളത്. അതുകൊണ്ട് അവർ ബോർഡിലുള്ളവരെല്ലാം അവരുടെ ആളുകളാണ്. അതുകൊണ്ടൊരു പുതിയ നിയമം ഇറക്കി. എന്താണെന്നറിയാമോ? 2 പ്രാവശ്യം അടുപ്പിച്ച് ചാമ്പ്യനായവർക്ക് പിന്നെ 2 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടേ മത്സരിക്കാൻ പറ്റുള്ളൂ. 2 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടേ. അപ്പോൾ ഇവർ ചിന്തിച്ചെന്തറിയാമോ? ഒരു മത്സരവും ഇല്ലാതെ വെറുതെ നടന്ന ഇവരാരും ബോഡി കാര്യമായിട്ട്
ശ്രദ്ധിക്കില്ല, ശരീരം ശ്രദ്ധിക്കില്ല. ഇത് കൃത്യമായിട്ട് വ്യായാമവും കൃത്യമായിട്ട് ഭക്ഷണവും കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയാലേ ഈ ശാരീരിക സൗന്ദര്യം ഉണ്ടാകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മത്സരം ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ കൃത്യമായിട്ടല്ല മത്സരത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി എക്സസൈസും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇവരുടെ തലയിലിരുന്നത് 2 വർഷത്തെ ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ 2 വർഷം കൊണ്ട് അവൻ ശരീരത്തെ ശ്രദ്ധിക്കാതെ ശരീരം പോയി പിന്നെ അവന് കപ്പടിക്കാൻ പറ്റില്ല. പക്ഷേ മത്തായി സാർ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു മത്സരവും ഇല്ലാഞ്ഞിട്ട് അല്പം പോലും കൃത്യനിഷ്ഠയിൽ മാറ്റം വരുത്താണ്ട് 2 വർഷം കൃത്യമായിട്ട് പിന്നെ എക്സസൈസ് ചെയ്തു. ഒരു മത്സരവും ഇല്ല. പക്ഷെ ശരീരത്തെ 2 വർഷം കൃത്യമായിട്ട് കാത്തു സൂക്ഷിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും മത്സരിക്കാൻ സെലക്ഷൻ കിട്ടി, മത്സരിക്കാൻ പോയി, 3ാമത്തെ കപ്പടിച്ചു. അടുത്ത വർഷം വീണ്ടും നിന്നു, 4ാമത്തെ കപ്പടിച്ചു. ഇപ്പം 2ാമത്തെ പ്രാവശ്യം 2 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് കപ്പ് കിട്ടി. പിന്നെയും ബ്രേക്ക് വന്നു, കാരണം 2 പ്രാവശ്യം കിട്ടിയേക്കുമല്ലേ. എന്നിട്ടും ഇദ്ദേഹം വിട്ടുകൊടുത്തില്ല. വീണ്ടും ഇദ്ദേഹം 2 വർഷം ഒരു മത്സരം ഇല്ലാതെ ശരീരം കാത്തു സൂക്ഷിച്ചു. 2 വർഷം കഴിഞ്ഞ് വീണ്ടും മത്സരിക്കാൻ വന്നു. അപ്പോഴും 2 പ്രാവശ്യം, 6 പ്രാവശ്യം, 2 വർഷം 2 വർഷത്തിൻ്റെ ഗ്യാപ്പിട്ട് 6 പ്രാവശ്യം. പ്രിയമുള്ളവരെ, ഈ ഭരത്ശ്രീ ആയ ആളാണ് ഈ മത്തായി സാറ്. പിന്നെ അദ്ദേഹം തന്നെ 6 പ്രാവശ്യം മത്സരിച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ ഒഴിയാം, മറ്റുള്ളവർ കയറട്ടെ എന്ന് കരുതി അദ്ദേഹം മത്സര രംഗത്ത് നിന്ന് പിന്മാറുക. പോട്ടാശ്രമത്തിൻ്റെ സീനിയർ മോസ്റ്റ് പ്രേക്ഷിതനാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് 92-93 വയസ്സ് പ്രായമുണ്ട്. 93-ാം വയസ്സിലും കാർ ഓടിച്ചുകൊണ്ട് എല്ലാ ദിവസവും പോട്ടാശ്രമത്തിലെ 365 ദിവസത്തെ അനുദിന ശുശ്രൂഷ എല്ലാ ദിവസവും പങ്കെടുക്കാൻ ഇപ്പോഴും കാർ ഓടിച്ചുകൊണ്ട് ഈ 93 വയസ്സുകാരൻ വരും. ശക്തിയോടൊന്ന് കരം പിടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറഞ്ഞു വന്നത്, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് സ്പോർട്സ് താരങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഈ വിഷയത്തിലേക്ക് ഒരു എൻട്രി കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് പറഞ്ഞു വന്ന്. ഇത്രയേ ഉള്ളൂ പ്രിയമുള്ളവരെ, ഒന്നും ഒരു പ്രഭാതത്തിൽ നേടിയെടുക്കുന്നതല്ല. ജീവിതത്തിലെ സന്തോഷവും ജീവിതത്തിലെ വിജയവും ഒന്നും ഒറ്റ പ്രഭാതം കൊണ്ട് കിട്ടുന്നത് തെറ്റിദ്ധരിക്കരുത്. കിട്ടാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെടുകയും നിരാശപ്പെടുകയും ചെയ്യരുത്. നീണ്ട നാളത്തെ കാത്തിരിപ്പാണ് നമ്മളെ കൊണ്ടുവന്ന് ചില ഇടങ്ങളിൽ എത്തിക്കുന്നത്. ശക്തിയോടൊന്ന് കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 25-ാം തിരുവചനം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 25-ാമത്തെ തിരുവചനം. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവത്തെ കാത്തിരിക്കുന്നവർക്കും ദൈവത്തെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. ദൈവത്തെ ആരൊക്കെ കാത്തിരിക്കുന്നുണ്ടോ, ആരൊക്കെ ദൈവത്തെ തേടുന്നുണ്ടോ, അവർക്കൊക്കെ കർത്താവ് നല്ലവനാണ്. തുടർന്ന് കർത്താവിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. കർത്താവിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് കേൾക്കാൻ രസമാണ്, പക്ഷെ ഇത് നമുക്ക് പറ്റണ പണി. ഇത് കേൾക്കാൻ രസമാണ്, പക്ഷെ നമുക്ക് പറ്റണ പണി അല്ല. നമുക്ക് പറ്റണ പണിയല്ലത്. കാരണം നമുക്കെല്ലാം പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. നമുക്ക് ഒരുപാട് തിരക്കുണ്ട്. കാരണം എനിക്ക് ഉൾപ്പെടെയായിട്ട് ഞാൻ പറഞ്ഞത്, നമുക്കെന്താ പറഞ്ഞത്, നിങ്ങൾക്ക് തിരക്കുണ്ട്, നിങ്ങൾ ശരിയല്ല, ഇതല്ല, ഞാൻ എന്നെ ഉൾപ്പെടുത്തിയാ പറഞ്ഞത്. നമുക്കിതിനൊന്നും സമയമില്ല, നമുക്ക് തിരക്കുണ്ട്, സ്വിച്ച് ഇട്ടാ കാര്യം നടക്കണം. ഇതിനാണ് നമ്മളെല്ലാം ശ്രമിച്ചുകൊണ്ട് സ്വിച്ച് ഇട്ടാ കാര്യം നടക്കണം. ഞാൻ എളുപ്പത്തിൽ അമ്മച്ചിമാർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ പറയാം. ഈ വീട്ടിൽ അരകല്ലൊക്കെ ഉണ്ടോ? ഉപയോഗിക്കുന്നുണ്ടോന്നല്ല, പഴയ അരകല്ലുണ്ടോ? കണ്ടിട്ടുണ്ടോ? അരച്ചിട്ടുണ്ടോ? അരകല്ലിൽ അരച്ചിട്ടുള്ളൊരു കൈ ഉയർത്തിക്ക്. എല്ലാവരും തന്നെ ഉണ്ട്. ഞാൻ കരുതി ഇപ്പോൾ ഈ ഒല്ലൂരൊക്കെ അരകല്ലൊക്കെ 2-3 തലമുറ മുന്നേ നിർത്തിയായിരുന്നു ഒന്ന്. ഹല്ലേലൂയ. അപ്പം വീട്ടിലൊക്കെ അരകല്ലുണ്ട്. ഇപ്പം നമ്മൾ ആരും ഉപയോഗിക്കാറില്ല, മറിച്ച് നമ്മൾ കറിക്ക് അരയ്ക്കുന്നതൊക്കെ പെട്ടെന്ന് പറയൂ മിക്സിയിലാണ്. ചുമ്മാ ചോദിക്കട്ടോ, ഇതൊക്കെ പറഞ്ഞു കേട്ട അറിവുള്ളൂ, എനിക്ക് വലിയ എത്തും പിടിയില്ല, നിങ്ങൾ തന്നെ പറഞ്ഞ് സഹായിക്കണം. ഈ മിക്സിയിൽ അരച്ചെടുത്ത അരപ്പ് കൂട്ടി വെക്കുന്ന കറിക്കാണോ അരകല്ലിൽ അരച്ച് കറി വെക്കുന്നതിനാണോ കൂടുതൽ ടേസ്റ്റ്? കണ്ടോ, അവരുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ എന്നെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞെന്ന് നോക്കിക്കേ. ഇതാണ് മനുഷ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം വളരെ നമുക്കിപ്പോൾ തിരക്കുകളുണ്ട്. ആരെ കൊണ്ട് പറ്റും? ഇപ്പം അച്ഛൻ ഇങ്ങനെ കാണിച്ചാൽ അറിയില്ലല്ലോ. നല്ല ആരോഗ്യം കൊടുത്ത് കല്ലേറെ അരയ്ക്കണം വേണ്ടേ? ആർക്കൊക്കെ എൻ്റെ അച്ഛാ കൈയുടെ മുട്ടിനും കൈയുടെ ഷോൾഡറിനും ഒക്കെ വേദനയ്ക്കുമ്പോൾ എന്തോന്ന് അരയ്ക്കാൻ മിക്സിയിലേക്ക് ഇട്ട് സ്വിച്ച് ഇട്ട പരിപാടി റെഡിയാണ്. പക്ഷെ എങ്കിലും നമുക്ക് സത്യം അറിയാം, ഈ കല്ലേൽ അരച്ച് കിട്ടുന്നതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാ അല്ലേ? അതെ, എളുപ്പമല്ല പരിപാടി. അപ്പം നമ്മുടെ അധ്വാനവും നമ്മുടെ കഷ്ടപ്പാടും കൊണ്ടേ തരുന്ന ഒരു റിസൾട്ടുണ്ട്. ആ റിസൾട്ട് എപ്പോഴും നന്മയാണ്. പ്രിയമുള്ളവരെ, നമുക്ക്
തലമുറ മാറി, സാഹചര്യങ്ങൾ മാറി, ചുറ്റുപാടുകൾ മാറി. ഇപ്പോൾ ഭൗതികമായ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കണം. ആയിക്കോട്ടെ, തടസ്സമില്ല. ഭൗതികമായ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കണം, കുഴപ്പമില്ല. പക്ഷെ ഓർക്കണം, ആത്മീയത എന്നും ഒരേ കാര്യം തന്നെയാണ്. അതിന് പെട്ടെന്ന് നടക്കുന്ന പരിപാടിയില്ല. അതിന് പെട്ടെന്ന് നടക്കുന്ന പരിപാടിയില്ല. വിശ്വസിച്ച് കാത്തിരിക്കുന്നവർക്ക് ആർക്കും നിരാശപ്പെടേണ്ടി വരുമോ ഇല്ല. പെട്ടെന്ന് നടക്കുന്ന പരിപാടി എന്ന് കരുതരുത്. വിശ്വസിച്ച് കാത്തിരിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. വിലാപങ്ങൾ പറയുകയാണ്, തന്നെ കാത്തിരിക്കുന്നവർക്കും, പറഞ്ഞേ, തന്നെ കാത്തിരിക്കുന്നവർക്കും. ഉറക്കെ പറഞ്ഞോ, ദൈവവചനമാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 25-ാം തിരുവചനം. ഈ വചനം മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റു പറയുന്നത്. ചേർന്ന് പറഞ്ഞു, തന്നെ കാത്തിരിക്കുന്നവർക്കും, തന്നെ കാത്തിരിക്കുന്നവർക്കും, തന്നെ തേടുന്നവർക്കും, തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളുടെ ഉദാഹരണത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ മക്കളുടെ ഭാവി, നമ്മൾ എവിടെയെങ്കിലും അവരെ പഠിക്കാൻ വിട്ടു, ജോലിക്ക് വിട്ടു, അയ്യോ വിദേശത്തേക്ക് വിട്ടേക്കോ പഠിക്കാനായിട്ട്, അപ്പം ഇനി അവിടെ സ്റ്റേ ബാക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ അവിടെ നിൽക്കാനായിട്ട് വിസയുടെ കാലാവധി തീരുവാണ്, ഇനി 2 മാസമോടെ ഉള്ളൂ, 2 മാസത്തിനുള്ളിൽ വിസ കിട്ടിയില്ലെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു വിടും. നമുക്ക് ടെൻഷൻ ഇവിടെ, അവരെയൊക്കെ ടെൻഷൻ ഇവിടെ നമ്മുടെ നെഞ്ചത്ത് പെരുമ്പറ മുഴങ്ങാൻ തുടങ്ങി. അല്ലേ? ഞാൻ എത്രയോ പേര് സങ്കടപ്പെട്ട്, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കച്ചാ, ഇനി 2 മാസമേ ഉള്ളൂ അച്ഛാ. അപ്പം ഞാൻ ചാടി പറയൂ, അമ്മച്ചി 2 മാസം ഉണ്ടല്ലോ. ഇത് വാക്കുകളുടെ കളിയാണ്. അമ്മച്ചി പറഞ്ഞ എന്താ, ഇനി 2 മാസവും കൂടെ ഉള്ളു. ലക്ഷങ്ങൾ മുടക്കി പോയേക്കണേ, 10-30 ലക്ഷം, 1-2 10-30 ലക്ഷം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെയോ ലോണൊക്കെ എടുത്തിട്ടാ പോയേക്കണത്. ഇല്ലാണ്ട് പോന്നാ പോയില്ലേ. അച്ഛനിത് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഞങ്ങളുടെ കുടുംബത്തിന്റെ കഷ്ടപ്പാടും ഇതൊക്കെ അല്ലേ? അച്ഛന്മാരും കുടുംബത്തിൽ നിന്ന് തന്നെ വന്നവരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ 2 മാസവും കൂടെ ഉള്ളു അച്ഛാ, പെട്ടുപോയി. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, 2 മാസം ഉണ്ടല്ലോ. ദൈവത്തിന് ഇടപെടമില്ല. 2 മാസം വേണോ? ആദ്യം നിന്റെ നിരാശ നിർത്ത്. എൻ്റെ ദൈവമേ, ഞാനിത് വിശ്വസിക്കുക, എൻ്റെ കുടുംബം തകർന്നു പോകാൻ നീ അനുവദിക്കില്ല. എവിടെയെങ്കിലുമൊക്കെ ഞാൻ, എൻ്റെ കുടുംബം നിന്നെയും നകന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരാം നിൻ്റെ അടുത്തേക്ക്. അതേന്നെ, ഈ തകർച്ചയുടെ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ദൈവമേ, എവിടെയെങ്കിലും ഞങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരിക. അനുഗ്രഹം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കൈ നീട്ടി നിൽക്കുന്നവരുടെ ചോട്ടിലേക്ക് വന്നാൽ മതി. അകന്നു പോയിട്ട് ദൈവമേ തിരിച്ചു വരുമോ, നീ നശിക്കാൻ സമ്മതിക്കില്ല, ഞങ്ങളെ രക്ഷിക്കൂ. ഈ ഒരു ബോധ്യം വളർത്തിയെടുക്കണം. പറയുള്ളവരെ, നിങ്ങൾ ഉറപ്പിച്ചോട്ടോ, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഭരിക്കാൻ തുടങ്ങിയ ആ 2 മാസത്തിനുള്ളിൽ ദൈവം ഇടപെടും. അതേന്നേ. പക്ഷെ നമ്മുടെ കുഴപ്പം, നമ്മളിതെല്ലാം പറയുമെങ്കിലും പിന്നെ നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പള്ളിയിലൊക്കെ പോകും, വന്നേ കുർബാനയ്ക്കൊക്കെ പോയിട്ട് അച്ഛൻ കാസ്യം പിലാസൊക്കെ എടുത്ത് ഉയർത്തുമ്പോൾ നമ്മളോട് പറയും ചിലരോട്, നിങ്ങളോ കാഴ്ച സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതിന്നേ അപ്പവും വീഞ്ഞ് എടുത്ത് ഉയർത്തുമ്പോൾ നമ്മുടെ സങ്കടങ്ങളെല്ലാം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എല്ലാം ആർക്ക് കൊടുത്തു? ആർക്ക് കൊടുത്തു? നമ്മുടെ പ്രശ്നമൊക്കെ ഇപ്പോൾ ആർക്ക് കൊടുത്തു? ആർക്കാ? ചുമ്മാ പറഞ്ഞു ഈശോയ്ക്ക് കൊടുത്തിട്ടില്ലെന്നേ. നമ്മളിതെല്ലാം എടുത്ത് ഉയർത്തിയിട്ട് ഈശോയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞെങ്കിൽ ആർക്കാ കൊടുത്തേക്കണേ? ഈശോയ്ക്ക് അല്ലേ? ഈശോയ്ക്കാ കൊടുത്തേക്കണമെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കണോ? പുള്ളിക്കാരൻ്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പുമില്ല. അതുകൊണ്ട് കൊടുക്കട്ടൊക്കെ കൊടുക്കും. ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും നമ്മൾ ടെൻഷൻ അടിക്കാൻ തുടങ്ങും. നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ലെന്നേ. കാരണം കാര്യം ശരിയാ, കർത്താവ് സർവശക്തനെ, പുള്ളി ചെയ്യുമെന്നൊക്കെ നമുക്ക് അറിയാം. എന്നാലേ എല്ലായ്പ്പോഴും പുള്ളി അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നോട്ട് നടക്കാത്തോടെ നമ്മുടെ ഈ ടെൻഷൻ മുഴുവൻ നടക്കണത്. പ്രിയമുള്ളവരെ, അവൻ പറഞ്ഞതാ, ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. കരം പിടിച്ച് ദൈവത്തിന് നന്ദി പറ. ശക്തിയോടെ കൈയടിച്ച് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.